2015 പുറത്തിറങ്ങിയ ഒരു ഹൊറർ ഷോർട്ട് ഫിലിമാണ് പോളറോയിഡ്. നമ്മൾ പലതരത്തിലുള്ള പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ക്യാമറയ്ക്കുള്ളിൽ പ്രേതം വന്നാൽ എങ്ങനെയിരിക്കുമെന്നുള്ള മൂവിയാണ് പോളറോയിഡ്. ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ സെമിത്തേരിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ അമ്മയുടെ ബർത്ത്ഡേ കൂടിയാണെന്ന്. പെട്ടെന്ന് അവളുടെ കൂട്ടുകാരി അവിടേക്ക് വന്നു. അവർ കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം കൂട്ടുകാരി കുറച്ച് ബുക്സും ഒരു ഗിഫ്റ്റ് ബോക്സും അവൾക്ക് കൊടുത്തു. കൂട്ടുകാരി പോയ ശേഷം അവൾ ആ സെമിത്തേരിയിൽ ഇരുന്ന് തന്നെ ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കി. അതൊരു പോളറോയിഡ് ക്യാമറ ആയിരുന്നു. പോളറോയിഡ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഫിലിം ഉണ്ടായിരിക്കും. ഫോട്ടോ എടുത്ത് മിനിറ്റുകൾക്കകം തന്നെ നമ്മുടെ ഫോട്ടോ ലഭിക്കുകയും ചെയ്യും. അവൾ അപ്പോൾ തന്നെ അവിടെ വെച്ച് ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും അവിടെ ചെറുതായൊരു കാറ്റ് വീശി. ഒരു കൗതുകത്തിന് അവൾ പിന്നെയും ഒരു ഫോട്ടോ കൂടി എടുത്തു. ആ ഫോട്ടോ നോക്കിയപ്പോൾ അതിൽ ഒരു കറുത്ത ഡ്രസ്സിട്ട രൂപം അവൾ കണ്ടു. ഉള്ളിൽ ചെറിയൊരു പേടി തോന്നിയെങ്കിലും മുൻപെടുത്ത അതേ സ്ഥലം ഫോക്കസ് ചെയ്ത് അവൾ ഒരു ഫോട്ടോ കൂടി എടുത്തു. ആ ഫോട്ടോയിൽ ആ രൂപം അവൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നതായി അവൾ കണ്ടു. നമ്മളൊക്കെയാണ് എപ്പോൾ ക്യാമറ ഒക്കെ വാരിപ്പെറുക്കി കളഞ്ഞ് കണ്ട വഴി ഓടി എന്ന് ചോദിച്ചാൽ മതി. അവൾ പിന്നെയും അതേ പ്ലേസ് ഫോക്കസ് ചെയ്ത് ഒരു ഫോട്ടോ കൂടി എടുത്തു. അതിൽ ആ രൂപം അവളുടെ ഒരു കൈ അകലത്തിൽ നിൽക്കുകയാണ്. ഇത്തവണ പുള്ളിക്കാരി നന്നായിട്ടൊന്ന് പേടിച്ചു. അവൾ അപ്പോൾ തന്നെ കെട്ടും പാണ്ഡവും എടുത്ത് സെമിത്തേരിയിലെ തന്നെ തൊട്ടടുത്ത ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു. എന്നിട്ട് ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കയ്യിലിരുന്ന പോളറോയിഡ് ക്യാമറ വെച്ച് മറ്റൊരു സ്ഥലം ഫോക്കസ് ചെയ്ത് പിന്നെയും ഫോട്ടോ എടുത്തു. അതിൽ ആ കറുത്ത സ്ത്രീരൂപം അവൾ പിന്നെയും കണ്ടു. പിന്നെ പുള്ളിക്കാരി ഒന്നും നോക്കിയില്ല. സാധനങ്ങളെല്ലാം എടുത്ത് അവിടുന്ന് പോകാനൊരുങ്ങി. കൂട്ടത്തിൽ ആ ക്യാമറ കൊടുത്ത കൂട്ടുകാരിയെ വിളിച്ച് തന്നെ ഒരു ഗോസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആദ്യം ചിരിച്ചു തള്ളിയെങ്കിലും പിന്നീട് കൂട്ടുകാരിക്ക് എന്തോ പന്തികേടുള്ളതായി തോന്നി. കൂട്ടുകാരി അവളോട് വീട്ടിൽ ചെന്ന് ഡോറും വിൻഡോയും ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് ഇരിക്കാൻ പറഞ്ഞു. തിരികെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയ അവൾ ഗേറ്റിൽ എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നിന്ന് ഗേറ്റിൻ്റെ അവിടുത്തെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിലും ആ രൂപം അവളെ ഫോളോ ചെയ്യുന്നതായി അവൾ കണ്ടു. പിന്നെ അവൾ തിരിഞ്ഞു നോക്കാതെ ഓടി റൂമിനുള്ളിൽ കയറി കതകടച്ചു. എന്നിട്ട് അവൾ ഷെൽഫിൽ നിന്ന് വൈറ്റ് കളറിലെ ഉപ്പ് പോലുള്ള എന്തോ ഒരു പൊടിയെടുത്ത് വാതിലിൻ്റെ താഴെയും ജനലിൻ്റെ പടിയിലുമൊക്കെ ഇട്ടു. നമ്മുടെ പ്രേതം ഡോറൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. എന്നാൽ ഒരു വിൻഡോ മാത്രം ലോക്ക് ചെയ്യാൻ അവൾ മറന്നുപോയിരുന്നു. അതിലൂടെ പുള്ളിക്കാരി അകത്തേക്ക് കയറുന്നതായി അവൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവൾ തൻ്റെ പോളറോയിഡ് ക്യാമറ എടുത്ത് ആ രൂപം എവിടെ നിൽക്കുവാണെന്നറിയാൻ ആ വിൻഡോ ഫോക്കസ് ചെയ്ത് ഒരു ഫോട്ടോ കൂടി എടുത്തു. പക്ഷെ ആ ഫോട്ടോയിൽ അവൾ ആ വിൻഡോയുടെ ഫോട്ടോ അല്ലാതെ വേറൊന്നും കണ്ടില്ല. പെട്ടെന്ന് അവൾക്ക് പിറകിൽ ആരോ നടക്കുന്ന സൗണ്ട് അവൾ കേട്ടു. അവൾ തൻ്റെ സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ സെൽഫി എടുക്കുന്ന പോലെ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു. അതോടെ നമ്മുടെ സ്ക്രീൻ ബ്ലാക്ക് ഔട്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ചു കഴിഞ്ഞ് പോളറോയിഡ് ക്യാമറ ഗിഫ്റ്റ് കൊടുത്ത അവളുടെ കൂട്ടുകാരി അവളെ തിരക്കി റൂമിലേക്ക് വരുന്നതാണ്. അവളുടെ കയ്യിൽ സ്പെയർ കീ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് അകത്ത് കയറുവാൻ പറ്റി. കൂട്ടുകാരി ഒത്തിരി വിളിച്ചെങ്കിലും അവൾ ആ വിളി കേട്ടില്ല. ആ സോഫയിൽ ആ പോളറോയിഡ് ക്യാമറ ഇരിക്കുന്നത് അവൾ കണ്ടു, കൂടെ ഒരു ഫോട്ടോയും. ആ ഫോട്ടോ എടുത്ത് നോക്കിയ കൂട്ടുകാരി ഞെട്ടിപ്പോയി. ആ രൂപം നമ്മുടെ നടിയുടെ കഴുത്തിന് പിറകിൽ വന്ന് അവളെ കൊല്ലാൻ നിൽക്കുന്നതാണ് ആ ഫോട്ടോയിൽ. ബാക്കി നമുക്ക് ഊഹിക്കാമല്ലോ. കൂട്ടുകാരി ആ ഫോട്ടോയും കളഞ്ഞ് ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നത് കാണിക്കുന്നതിലൂടെ ഈ ഹൊറർ ഷോർട്ട് ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്.